സ്പെഷ്യൽ ബിൻഡ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ നിവർത്തിയിട്ടിരിക്കുന്ന തുണി ഒരു ക്രോസ് കട്ടിങ് പാവാട തയ്ക്കാനാണ്, അംബർല കട്ടിങ് പാവാട. അപ്പോൾ ഇതിൻ്റെ വർക്ക് കണ്ടോ, നേരെ താഴോട്ട്. നമുക്ക് ഇറക്കം വേണ്ടത് 40 ഇഞ്ച് ഇറക്കമാണ് ഇതിന് വേണ്ടത്. 40 ഇഞ്ച് ഇറക്കവും വേണം, 40 ഇഞ്ച് വണ്ണവും വേണം. അതിനുള്ളതാണ്. ഇപ്പോൾ എന്തോ എടുക്കണമെന്നറിയാമോ, ഇങ്ങനെ നമുക്ക് ക്രോസായിട്ട് വെട്ടിയെടുക്കാൻ പറ്റത്തില്ല. ഇത് ക്രോസായിട്ട് വെട്ടിയെടുക്കുവാണെങ്കിൽ നമുക്ക് അത്ര ഇറക്കം കിട്ടത്തില്ല. ഏപ്പില്ലാതെ തയ്ച്ചു കൊടുക്കണം. അപ്പം ഞാൻ എടുക്കുന്നറിയാം, ഈ മുകളിൽ വണ്ണം എടുത്തിട്ട് താഴ്ഭാഗം എത്ര വിസ്താരം കിട്ടുന്നോ അത്രയും വിസ്താരത്തിൽ അങ്ങ് എടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഞാൻ കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ. അപ്പോൾ ഇത് ക്രോസായിട്ടിട്ട് വെട്ടിയാൽ നമുക്ക് ഇറക്കം കിട്ടത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ ഇട്ട് നേരെ ഇട്ടിട്ട് വെട്ടുന്നത് ക്രോസായിട്ട് വെട്ടുവാണ്. അല്ലാതെ തുണി നമുക്ക് ക്രോസായിട്ട് ഇടാൻ പറ്റത്തില്ല, അത്ര നല്ല നീളമുള്ള ആളിനാണ്. അപ്പം ഇങ്ങനെ ഇട്ടുകൊണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പം നമ്മൾ എന്തെടുക്കണം, ഈ അടിഭാഗത്ത് നല്ലപോലെ നമ്മൾ വളച്ചെടുത്താലേ നമുക്കിത് റൗണ്ടായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാനിത് കട്ട് ചെയ്തുകൊണ്ട് വരട്ടെ. ഇത് നമുക്ക് ഇത്ര ഇറക്കം മതി. തയ്യലും എല്ലാം കൂടെ കൂട്ടി ഇത്ര ഇറക്കം ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ക്രോസായിട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ടേപ്പ് ഇട്ട് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് തന്നെ ഈ മൂലയ്ക്ക് ഒരു ശക്കല ഏപ്പ് വരും കണ്ടോ, അത് ഈ ലെവലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഇവിടം വരെ നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇവിടെ ഒരു ഇത് വരുമല്ലോ, അതിന് ലെവലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പീസ് വെക്കുവാണ്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്തുകൊണ്ട് വരാം. വേണ്ട, നമ്മൾ ഇത്രയും വിസ്താരം കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ ചെറിയ ഏപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ലെവലാക്കുമ്പോൾ അത്രയും ലൂസ് ഇതിൻ്റെ അങ്ങ് പോകും. അതുകൊണ്ടാണ് ചെറിയൊരു ഏപ്പ് വന്നത്. അപ്പോൾ തേണ്ട നമ്മൾ ഈ പാവാട തയ്ച്ച് കഴിഞ്ഞത് ഇതിന് തേണ്ട ഇത്രയും ബീച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് കണ്ടോ, ഇത്രയും ബീച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ മുകളിൽ ഒട്ടും ഞൂറ് വിടാതാണ് തയ്ച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടോപ്പുണ്ട്. ഈ ടോപ്പ് ഈ വയലറ്റ് കളറാണ് കണ്ടോ. ഈ മേശ പോരാ ഇത് കാണിക്കാൻ, ഇത്രയും വലിയ മേശയായിട്ടൂടെ ഇത് പോരാ. അപ്പം ഞാൻ ഈ ടോപ്പ് തയ്ച്ചുകൊണ്ട് വരട്ടെ. അപ്പോൾ നമ്മളിത് രണ്ടും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇച്ചിരി വണ്ണമുള്ള ഒരാൾക്കാണ്. അപ്പം ഈ പ്രിൻസസ് കട്ടാ, പക്ഷേ ഫ്രണ്ടിൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഫ്രണ്ടിൽ ഓപ്പൺ ആക്കിയത്. പിന്നെ ഇതിന് നല്ല വീച്ചുണ്ട്. ഈ മേശയ്ക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ഒതുക്കി ഇട്ടിരിക്കുവാണ്. ഒരുപാട് വീച്ചുണ്ട് കേട്ടോ, ഇങ്ങനെ കിടപ്പുണ്ട് കണ്ടോ. ഇത്ര 2 മേശ വരണം, അതുപോലുള്ള ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് ഈ മേശപ്പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒതുക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.